തിരുവനന്തപുരം കോർപ്പറേഷൻ UDF അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ട് LDF നാളെയാണ് നിർണായക കൗൺസിൽ യോഗം. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ JB വീണ്ടും ചേരുകയാണ്. ജിബിൻ, പറയൂ. ഗുഡ് മോർണിംഗ് ക്ഷമിക്കണം. തിരുവനന്തപുരം നഗരസഭയിലെ ഈ അവിശ്വാസ പ്രമേയമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം. അവരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും കഴിഞ്ഞ ദിവസം അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ UDF-നൊപ്പം നിൽക്കണമെന്നുള്ള ഒരു നിലപാട് ഇതുവരെയും LDF സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകളിലേക്ക് തങ്ങൾ കടന്നിട്ടില്ല എന്നാണ് CPM നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം പുറത്തുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അത് CPM-ന് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനോട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ പുറത്തു നടക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങൾ ഒത്തുനിന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി തങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് CPM സംസ്ഥാന നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായ ഒരു നിലപാടിലേക്ക് ഇതുവരെയും എത്താത്തതും. പക്ഷേ UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രത്യേകിച്ച് അവർ അധികാരത്തിൽ വന്ന 6 മാസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കാൻ, വികസനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാൻ ഇതുവരെയും തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒരു പ്രതിപക്ഷത്തിന്റെ ടൂൾ എന്ന് പറയുന്നത് അവിശ്വാസ പ്രമേയമാണ്. ആ ടൂൾ അവർ 6 മാസത്തിന് ശേഷം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇതിന് 4 ഘട്ടങ്ങൾ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിൽ കോൺഗ്രസിനെ തിരുവനന്തപുരം നഗരസഭയിൽ നയിക്കുന്ന ശബരിനാഥൻ പറയുന്നത്. കാരണം ആദ്യഘട്ടമായിട്ടാണ് തങ്ങൾ ഈ അവിശ്വാസ പ്രമേയം മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നീട് അതിനെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് LDF ആണ്. അങ്ങനെ LDF കൂടി ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ അവിശ്വാസ പ്രമേയം മുന്നോട്ട് പോകും. പിന്നീട് അത് സംബന്ധിച്ചിട്ടുള്ള വോട്ടെടുപ്പ് വരും. അതിനുശേഷം മാത്രമായിരിക്കും ആരൊക്കെ ഒപ്പം നിൽക്കണം അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തെ അട്ടിമറിക്കാൻ സാധിക്കും എന്നുള്ള തീരുമാനമൊക്കെ പിന്നീടാണ് തങ്ങൾ എടുക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസം UDF നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ഈ സുഗതനെ ഏത് വിധേയനെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടിലേക്ക് കടന്നിരിക്കുകയാണ് BJP നേതൃത്വം എന്ന് പറയുന്നത്. കാരണം അടുത്ത ദിവസമാണ് 29-ാം തീയതിയാണ് ഏറ്റവും നിർണായകമായ കൗൺസിൽ യോഗം ചേരുന്നത്. UDF-ന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളും മാർച്ചും ഒക്കെ നാളെ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ അവർ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുഗതന്റെ ഈ കാപ്പ അത് ലഘൂകരിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും ജാമ്യം എടുത്തുകൊണ്ട് സുഗതനെ കൊണ്ടുവന്ന് ഏത് വിധേന സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നിയമ പോരാട്ടങ്ങളിലേക്ക് BJP കടന്നിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിർണായകമെന്ന് പറയുന്നത് LDF-ന്റെ തീരുമാനമാണ്. കാരണം UDF മുന്നോട്ട് വയ്ക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ LDF സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.